മലയാളത്തിന്റെ അമ്മ മനസ്സായ കവിയത്രി സുഗതകുമാരി ടീച്ചർ സമർപ്പിച്ച മൂല്യങ്ങളാണ് ഓരോ പുരസ്കാരങ്ങളെന്ന് സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി. സോൾ ലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച സുഗതകുമാരി പുരസ്കാരം 2026 കവി പ്രഭാവർമ്മയ്ക്ക് സമർപ്പിച്ചു സംസാരിക്കുകയായിരുന്നു ശാന്തിഗിരി ആശ്രം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി. ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് 1.5 വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഒരു കട തുടങ്ങുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു വീടിന് പാല് കാച്ചുകയാണെങ്കിൽ പോലും അതൊന്ന് സെറ്റായി വരാൻ എങ്ങനെയായാലും മിനിമം 1 വർഷം 1.5 വർഷമൊക്കെ എടുക്കും. പക്ഷെ ഇവിടെ ഈ സംഘടന 1.5 വർഷം കൊണ്ട് നമ്മുടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമൂഹം എന്ന് പറയുന്നത് കെട്ടിടങ്ങളുടെയും റോഡുകളുടെയും പാലങ്ങളുടെയും അതിന്റെ കൂട്ടായ്മയല്ല. അത് മനുഷ്യരുടെ ഹൃദയസ്പന്ദനങ്ങളുടെ, മൂല്യബോധങ്ങളുടെ, പരസ്പര സഹകരണത്തിന്റെ സമഗ്ര രൂപമാണ്. ഈ പ്രസ്ഥാനം ഒരു പ്രദേശത്തിന്റെ ആത്മാവിനെ തൊട്ടുണർത്തുകയും 25,000 രൂപയും ഫലകവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം. ചടങ്ങിൽ ഡോക്ടർ ജോർജ് ഓണക്കൂർ മുഖ്യപ്രഭാഷണവും സോൾ ലൈറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഡോക്ടർ വിളക്കുടി രാജേന്ദ്രൻ, സുദർശൻ കാർത്തികപ്പറമ്പിൽ തുടങ്ങിയവർ ആദര പ്രഭാഷണവും നിർവഹിച്ചു. സോൾ ലൈറ്റ് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച സുദർശൻ കാർത്തികപ്പറമ്പിലിന്റെ കാവ്യാക്ഷരങ്ങൾ എന്ന കവിതാ സമാഹാരവും കവിയത്രിയും അധ്യാപികയും സോൾ ലൈറ്റ് സെക്രട്ടറിയുമായ രഞ്ജു പി മാത്യുവിന്റെ റൂമിയും പ്രണയവും ഞാനും എന്ന പുസ്തകവും വേദിയിൽ പ്രകാശനം ചെയ്തു. തലവൂർ ഗ്രാമപഞ്ചായത്തിനെ ക്യാൻസർ പ്രതിരോധ ഗ്രാമമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തന പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TM ബിജു നിർവഹിച്ചു. ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 11 പേർക്ക് പ്രതിമാസ പെൻഷൻ ആദ്യ ഗഡു വിതരണം ചെയ്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രാദേശിക പ്രതിഭകളെ ആദരിച്ചു. സംസ്ഥാന കലോത്സവത്തിൽ കൊല്ലം ജില്ലയിൽ നിന്ന് 1ാം സ്ഥാനം നേടിയ കുട്ടികളെയും സോൾ ലൈറ്റ് സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ സമ്മാനാർഹരായ കുട്ടികളെയും അനുമോദിച്ചു. സോൾ ലൈറ്റ് ജനറൽ സെക്രട്ടറി അനിൽ ചേർത്തല അധ്യക്ഷനായിരുന്നു. സിസ്റ്റർ റോസ്ലിൻ, കേരള ആഗ്രോ ഫ്രൂട്ട് ചെയർമാൻ ഡോക്ടർ ബെന്നി കക്കാട്, ജീവനം ക്യാൻസർ സെന്റർ സെക്രട്ടറി ബിജു തുണ്ടിൽ, PA സജിമോൻ, മീനം രാജേഷ് എന്നിവർ സംസാരിച്ചു. പ്രാദേശിക കലാരൂപങ്ങളും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉൾപ്പെടുത്തിയ കലാസന്ധ്യ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.